ഹലോ ഫ്രണ്ട്സ്, KKT ഫുഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ KKT ഫുഡ് ട്രാവലിലെ ഒരു നാലാമത്തെ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത്. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനെ പ്രത്യേകം നമുക്കൊരു 5 വേരിയൻ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. 5 സ്പെഷ്യൽ ഏരിയാസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പേര്, കമ്പനിയുടെ പേര് അലോൺസോ എന്നാണ്. ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ പേര് 4K വൈഫൈ ആക്ഷൻ ക്യാമറയാണ്. ഇതിൻ്റെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബെൽറ്റിൽ, നമ്മുടെ തന്നെ അരയിലുള്ള ബെൽറ്റിൻ്റെ അവിടെ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്വിമ്മിംഗ് പൂൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ പറ്റും. പിന്നെ കാറിൻ്റെ ഉള്ളിൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ 5 സ്പെഷ്യൽ ആയിട്ടാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ഈ പ്രോഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 1469 ആണ് വരുന്നത്. പിന്നെ ആമസോണിലും മറ്റുള്ള വെബ്സൈറ്റിലും കിടക്കുന്നത് പല പല റേറ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്ത് മേടിക്കാൻ പറ്റും. നല്ലൊരു ഇതിൻ്റെ ഒരു എല്ലാം നമുക്ക് ഇതൊരു മൂവ്മെൻറ്റുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ എല്ലാ റൈഡേഴ്സും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ബൈക്ക് റൈഡേഴ്സാണ് ഇത് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പ്രോഡക്റ്റ് ഉണ്ടോ. ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് വൈഫൈ ഉപയോഗിക്കാം, മൊബൈലിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന് പ്രധാനപ്പെട്ടത് 170 വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ TF കാർഡ് നമുക്ക് 64 GB ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ 4Kയിൽ നമുക്ക് 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതൊരു 30 മീറ്റർ വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടും നമുക്ക്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രത്യേകത ഇത് നമുക്ക് മൊബൈലിൽ രണ്ട് ആപ്പ് iOSഉം ആൻഡ്രോയിഡിലും നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വൈഫൈ അഡീഷണൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വരുന്നതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആണ്. ഈ പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്പീഡായിട്ടൊന്ന് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റിൻ്റെ പിന്നെ ഈ മെയിൻ എന്ന് പറഞ്ഞാൽ 4K വൈഫൈ ആക്ഷൻ ക്യാമറ എന്ന് തന്നെ പറയേണ്ടി വരും, അത്രയും സ്പെസിഫിക് ആയിട്ട്. പിന്നെ വൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറഞ്ഞാൽ 1080p 60 FPS നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ സ്പോർട്സ് അൾട്രാ HD DV ആണ് ഇതിൻ്റെ ഒരു റെസൊല്യൂഷൻ. നമുക്ക് സൈക്ലിംഗ് ആയിക്കോട്ടെ, നമുക്ക് ഹൈക്കിംഗ് ആയിക്കോട്ടെ, നമുക്ക് സ്വിമ്മിംഗ് പൂൾ ആയിക്കോട്ടെ, ബൈക്ക് റൈഡ് ആയിക്കോട്ടെ, കാർ റൈഡ്, നമുക്ക് എന്ത് റൈഡിനും ഇത് ഉപയോഗിക്കും. ഇതൊരു മൾട്ടി ഫങ്ഷണൽ ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വരെ ഇമേജ് സെൻസറിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ 60 മെഗാപിക്സൽസ്, പിന്നെ CMO സെൻസർ ഉണ്ട്. പിന്നെ കളർ വരുന്നത് നമുക്ക് 7 കളേഴ്സ്: ബ്ലാക്ക്, വൈറ്റ്, സിൽവർ, യെല്ലോ, ബ്ലൂ, പിങ്ക്, ഗോൾഡ്. പിന്നെ ഇമേജ് റെസൊല്യൂഷൻ വരുന്നത് 16 മെഗാപിക്സൽസ്, 12 മെഗാപിക്സൽസ് വരുന്നുണ്ട്, 8 വരുന്നുണ്ട്, 5, 2. പിന്നെ വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് ചേഞ്ച് തരാൻ പറ്റും. 4K 30 FPS ഇടാം. പിന്നെ 2.7K 30 FPS ഉപയോഗിക്കാം. പിന്നെ നമുക്ക് 1902 to 1080 60 PFS ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വീഡിയോ ഇംപ്രഷൻ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇംപ്രഷൻ ഫോർമാറ്റ് വരുന്നത് H.264 ആണ് ഇതിൻ്റെ വരുന്നത്. പിന്നെ നമുക്ക് ഡിഫോൾട്ട് റെസൊല്യൂഷൻ വരുന്നത് വീഡിയോ 1080p പിക്ചർ. നമുക്ക് പിക്ചറിൻ്റെ ക്വാളിറ്റി കിട്ടണം, നമുക്ക് പിക്ചർ എടുക്കാൻ പറ്റും. ഇതിലെന്താ വെച്ചാൽ നമുക്ക് വീഡിയോ മാത്രമല്ല, നമുക്ക് മുകളിലൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പിക്ചറും നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4640 and 3480 വരുന്നുണ്ട്. പിന്നെ ഇമേജ് ആൻഡ് വീഡിയോ ഫയൽ ഫോർമാറ്റ് നമുക്ക് ഇതിൽ ഈ ഒരു വീഡിയോ ഫോർമാറ്റ് നമുക്ക് MOVയിൽ ഇടാം. ഇമേജ് ഫോർമാറ്റ് JPG ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വൈഫൈ iOSൽ ഉപയോഗിക്കാം, ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാം. പിന്നെ ലെൻസ് വരുന്നത്, ഇതിൻ്റെ മുന്നിലത്തെ ലെൻസ് വരുന്നത് 170 HD വൈഡ് ആംഗിൾസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, വൈഡ് ആംഗിൾസ് ലെൻസാണ് ഇതിൽ വരുന്നത്. 170 HD വൈഡ് ആംഗിൾ ലെൻസാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെമ്മറി വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, micro SD കാർഡാണ് ഇതിൽ വരുന്നത്. 64 GB ആണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൽ OSD എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു LED, ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നമുക്ക് ലാംഗ്വേജ് വരുന്നത് ഇതിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ഇറ്റാലിയൻ, ചൈനീസ്, ട്രഡീഷണൽ, റഷ്യൻ, ജാപ്പനീസ്, കൊറിയ, നമുക്ക് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും ലാംഗ്വേജസ്. പിന്നെ കണക്ഷൻ വരുന്നത് USB കണക്ഷൻ, USB 2.0 HD ഔട്ട്. പിന്നെ ബാറ്ററി ലൈഫ് അറൗണ്ട് 90 മിനിറ്റ്സ്, 90 മിനിറ്റ്സ് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് കിട്ടും. അത് 1080pയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബാറ്ററി വരുന്നത് ഡിറ്റാച്ചബിൾ 900 mAh ആണ് ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു ഡിറ്റാച്ചബിളിൻ്റെ. ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ ഒരു ഇത് വരുന്നത് 900 mAh ആണ്. ഡയമെൻഷൻസ് വരുന്നത് 29.8 to 59.
X41mm ആണ് വരുന്നത്. പിന്നെ വെയിറ്റ് നമുക്ക് വിത്തൗട്ട് ബാറ്ററീസ് 44 ഗ്രാമും പിന്നെ വിത്ത് ബാറ്ററീസ് 58 ഗ്രാമാണ് വരുന്നത്. പിന്നെ ആക്സസറീസ് വാട്ടർ പ്രൂഫ് കേസ്, പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ആക്സസറീസ് വരുന്നത് നമുക്ക് വാട്ടർ പ്രൂഫ് കേസ് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് കേസ് ബ്രാക്കറ്റ് വരുന്നുണ്ട്, വാട്ടർ പ്രൂഫ് കേസ് എക്സ്ട്രാ തരുന്നുണ്ട്, നമുക്ക് ഓൾറെഡി ഇട്ടിട്ടുള്ളതും പിന്നെ എക്സ്ട്രാ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ക്ലിപ്പ്, പിന്നെ ബൈക്കിൻ്റെ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്, പിന്നെ മൾട്ടി ഫങ്ഷണൽ ക്ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ക്യാമറ ക്ലിപ്പ് വരുന്നുണ്ട്, ഹെൽമെറ്റ്, സീറ്റ്, ബാഡ്ജസ്. പിന്നെ ഇതിലൊരു ക്ലീനിങ് ക്ലോത്ത് ഉണ്ട്, പവർ അഡാപ്റ്റർ, 3mm സ്റ്റിക്കേഴ്സ്, USB കേബിൾ, ബ്രാക്ക് അഡാപ്റ്റർ, മാനുവൽ. പിന്നെ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ മെയിനായിട്ട് വരുന്നത് എക്സ്ട്രീം സ്പോർട്സ്, ഔട്ട്ഡോർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, ബൈസിക്കിൾ, കാർ, DVR, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഡൈവിംഗ്, ഹോം സെക്യൂരിറ്റി എക്സെട്ര. ഇതാണ് ഇതിൻ്റെ ഒരു മൊത്തം വരുന്നത്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് ഇത് പ്രോഡക്റ്റിൻ്റെ ഇത് വരുന്നത്. പിന്നെ ഇത് നമുക്കൊരു ബഡ്ജറ്റബിൾ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് 1469 നമുക്ക് പ്രോഡക്റ്റ് കിട്ടില്ല. ഇതിൻ്റെ ഒരു 4K വൈഫൈൻ്റെ കുറച്ചും കൂടി വരുന്നത് 2500 3000 റേഞ്ച് വരും. അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാം. ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യണം. ഫസ്റ്റ് വരുന്നത് ഇപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്, കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആ ക്യാമറയുടെ പോർഷനൊന്നും എടുത്ത് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. കണ്ടോ, ക്യാമറ ഇതാണ് വരുന്നത്, കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ പ്രൂഫിൻ്റെ ആ ഒരു ഇത് വരുന്നത്. വാട്ടർ പ്രൂഫ് ഇത് 30 മീറ്റർ, നമുക്ക് 30 മീറ്റർ വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടും. അതാണ് നമുക്ക് ഓൾറെഡി ഇതിൽ അവർ ഓൾറെഡി ഫിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. വാട്ടർ റെസിസ്റ്റൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ അവർ തന്നിട്ടുണ്ട്, അത് ഡാമേജ് ആവുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ എക്സ്ട്രാ തന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകം നമുക്കൊന്നത് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും മനസ്സിലാവും. ഇത് കണ്ടോ, ഇത്രയുള്ള സിമ്പിളായിട്ട് നമുക്കത് അഴിക്കാമെന്നുള്ളത്. കണ്ടോ, ഇത് അഴിച്ചു കഴിഞ്ഞാൽ അത് കണ്ടോ, ഇതാണ് ക്യാമറ വരുന്നത്. കണ്ടോ, ഞാൻ ഉള്ളിൽ നിന്ന് ക്യാമറ നമുക്കൊന്ന് എടുത്ത് കാണിച്ചു തരണ്ടേ. ഇതാണ് ക്യാമറ. കണ്ടോ, ഇതാണ് ആ വാട്ടർ പ്രൂഫ് റെസിസ്റ്റൻറ്റിൻ്റെ വാട്ടർ പ്രൂഫ് നമ്മൾ ഇടുന്ന അതിൻ്റെ ഒരു ബോക്സാണ്. കണ്ടോ, പിന്നെ നമുക്ക് ഇത് ക്യാമറയുടെ ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ക്യാമറയുടെ വരുന്നത് നമുക്ക് ഇതിൽ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, നമുക്ക് കേബിൾ USB കേബിൾ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു 64 GB ഒരു ഇതുണ്ട്, ഒരു മൈക്രോ സ്ലോട്ട് ഉണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിൻ്റെ 64 ആ ഒരു TF കാർഡ് നമുക്കിതിൽ ഇട്ടിട്ട് വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഇത് ചാർജ് ചെയ്തിട്ടില്ല ഓൾറെഡി. അപ്പോൾ ഇതിൻ്റെ ഒരു ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഓണാവും, നമുക്ക് നോക്കി നോക്കാം. ഇത് ഓപ്പൺ ആയിട്ടോ, ഓൾറെഡി ഓൺ ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് അത് ഓണായി. ഓൾറെഡി ലോ ബാറ്ററി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇത് ചാർജ് ചെയ്യണം. ഇപ്പോൾ പുതിയതായി മേടിച്ചതുകൊണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നത്. കണ്ടോ, വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആക്സസറീസിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ ഒരു കുറേ ആക്സസറീസ് ഉണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി ഇതിനെ പറ്റി പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞാണ് ഇതിന് എന്താ പറയുക വാട്ടർ റെസിസ്റ്റൻ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ആക്സസറീസ് ഉണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് എല്ലാം ഒന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടൊന്ന് നമുക്കൊന്ന് പറയാം എന്തൊക്കെയാണ് ഐറ്റംസ് വരുന്നത്, ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഞാനത് ഓൾറെഡി ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതെല്ലാം ഉണ്ട്, എല്ലാ സാധനങ്ങളും ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും പറയാതെ മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ക്യാമറ വരുന്നുണ്ട്, 4K വൈഫൈ ക്യാമറ. പിന്നെ ഇതിൻ്റെ ആക്ഷൻ ക്യാമറയുടെ തന്നെ ഒരു ഗൈഡ് വരുന്നുണ്ട്, ഗൈഡ് ബുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് വരുന്നത് വാട്ടർ പ്രൂഫ് കേസ് വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് കേസ് ഇതാണ്. പിന്നെ വാട്ടർ പ്രൂഫ് കേസ് വിത്ത് ബ്രാക്കറ്റ് വരുന്നുണ്ട്. പിന്നെ വാട്ടർ പ്രൂഫ് കേസ് ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ ബൈക്ക് ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഇതാണ് ബൈക്ക് ബ്രാക്കറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മൾട്ടി ഫങ്ഷണൽ ക്ലിപ്പ്, പിന്നെ ക്യാമറ ക്ലിപ്പ് വരുന്നുണ്ട്. പിന്നെ ഹെൽമെറ്റ്, സീറ്റ്, ബാഡ്ജസ്, പിന്നെ ക്ലീനിങ് ക്ലോത്ത്, പിന്നെ അഡാപ്റ്റർ, 3mm സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, 3mm സ്റ്റിക്കേഴ്സ്. പിന്നെ മാനുവൽ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. നമുക്ക് കുറച്ച് ഐറ്റംസ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ആക്സസറീസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഈ ഒരു 4K ആക്ഷൻ അല്ലെങ്കിൽ 4K HD ആക്ഷൻ ക്യാമറ, വൈഫൈ ആക്ഷൻ ക്യാമറയുടെ ഓൾറെഡി സ്പെസിഫിക്കേഷൻസും അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ആക്സസറീസ് എല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തു, എല്ലാം കാണിച്ചു. നിങ്ങൾക്കെല്ലാം ഞാൻ ഓരോന്ന് ഈച്ച് വൺ ആയിട്ട് നമ്മളെല്ലാം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു.
അപ്പോൾ ഇതൊരു നല്ലൊരു ബഡ്ജറ്റ് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് സൈനിങ് ഓഫ് KKT for Travel. താങ്ക് യു.